ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ഫാമിലെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് ടീമുകളും നമുക്ക് വേണ്ടിയിട്ട് ഒരു മുട്ടയിട്ട് തന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നല്ല 2-3 മുട്ട ഇട്ടിരുന്നത്, പക്ഷേ അവർ തന്നെയാണ് അത് ചവിട്ടി പൊട്ടിച്ചത്. എന്തായാലും ഇന്ന് ഇട്ട മുട്ട നമ്മൾ പൊട്ടാതെ എടുത്ത് ഇൻക്യുബേറ്ററിൽ കൊണ്ടുവയ്ക്കാനുള്ള ശ്രമത്തിലാണ്. എടുത്തു വെച്ച് എന്തായാലും എത്ര എണ്ണം വിരിയുന്നു എന്ന് നമുക്ക് നോക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻക്യുബേറ്ററിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മറ്റ് വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ബാച്ചിലെ കുഞ്ഞുങ്ങൾ, അതായത് ഇപ്പോൾ 6 പേര് വിരിഞ്ഞ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇവരെ നമ്മൾ താഴേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്ററിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പഴയ 60 മുട്ടകൾ വയ്ക്കുന്ന ഇൻക്യുബേറ്ററല്ല നമ്മൾ 200 മുട്ടകൾ വയ്ക്കുന്ന ഇൻക്യുബേറ്ററിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനൊരു പ്രത്യേകിച്ച് റീസൺ ഉണ്ട്, കാര്യം പറഞ്ഞുതരാം. ഈ കാണുന്ന ട്രേകൾ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രോപ്പറായിട്ടുള്ള വളർച്ച കിട്ടുക. മുട്ടകൾക്ക് അനക്കം തട്ടിയാൽ മാത്രമേ വളർച്ച കറക്റ്റ് ആകൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെ നമ്മുടെ പഴയ ഇൻക്യുബേറ്റർ ആ ഒരു പരിപാടിയിൽ വളരെ വീക്കായതുകൊണ്ട് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇടത്തെ സൈഡിൽ കാണുന്നത് നമ്മൾ ഇന്ന് വിരിച്ചു കൊണ്ടുവന്ന കുഞ്ഞും, വലത്തെ സൈഡിൽ കാണുന്നത് ഒരാഴ്ച പ്രായമായിട്ടുള്ളൊരു കുഞ്ഞാണ്. നമ്മുടെ ബ്രൂഡർ സെറ്റപ്പൊക്കെ എന്തായാലും നിറഞ്ഞു വരികയാണ്. ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പോൾ അധികം ഡിമാൻഡില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ മുട്ടയിട്ട് കപ്പിൾസിന് ഇന്ന് നമ്മൾ ഇച്ചിരി എക്സ്ട്രാ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുകയാണ്. അവരെന്തായാലും സ്റ്റാർട്ടർ തീറ്റയൊക്കെ കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ മഴയില്ലാത്ത ചൂട് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ആയിട്ട് തീറ്റകളും വെള്ളവും എല്ലാം ഇവർക്ക് പ്രത്യേകം ശ്രദ്ധയോടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷേ ഇവരൊക്കെ വളരെ വീക്കായി പോകാനുള്ള സാധ്യതയാണ്. മഴ പോലെ തന്നെ ഡേഞ്ചറാണ് നമ്മുടെ കോഴികൾക്ക് ചൂടും. പിന്നെ ഇവരൊക്കെ പൊതുവേ നാടൻ കോഴി ഇനത്തിൽ പെടുന്നതായതുകൊണ്ട് ഇവർ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇറങ്ങി നടക്കുന്നതും കൊണ്ടാണ് നമുക്കിപ്പോൾ ഇവരെ കൊണ്ട് വലിയ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരാത്തത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരിടുന്ന ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എണ്ണീച്ച് പോകുന്ന ചാരപ്പേട, അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പേടയും ഉണ്ടായിരുന്നു. അത് 2 പേരും നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫോണിലേക്ക് അപ്ലോഡ് ചെയ്ത ഒരു സമയത്താണ് ആ ഒരു സിറ്റുവേഷൻ കൂടെ സംഭവിച്ചത്. അതായത് രാവിലെ നമുക്ക് ഒരു പെടയെ നഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ അതേ പട്ടികൾ വന്ന് തന്നെ വൈകുന്നേരമായപ്പോൾ നമുക്കൊരു പെടയെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ എന്തായാലും മുട്ടകളെല്ലാം പലയിടത്ത് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ആ പൊട്ടിയ മുട്ടകൾ എന്തായാലും നമ്മൾ സൂക്ഷിച്ച് വെച്ച് ഇൻക്യുബേറ്ററിൽ വെച്ച് പണി മേടിക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ കറക്റ്റ് അതുപോലെ എടുത്ത് പുഴുങ്ങി കഴിക്കാമെന്ന് കരുതി. അതോടൊപ്പം തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളെ കുഞ്ഞുങ്ങൾക്കെല്ലാം തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ ലെയർ മാഷാണ് ഒരു പാത്രത്തിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലെയർ മാഷിൻ്റെ പൊടി അരിച്ച് മാറ്റിയതിന് ശേഷം കുറച്ചുകൂടെ വലിയ കഷ്ണങ്ങളായിട്ടുള്ള പോർഷനാണ് നമ്മളിത് കോഴികൾക്ക് തീറ്റയായിട്ട് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. അല്ലാത്ത പക്ഷേ നമുക്ക് ഇതിനകത്ത് വലിയൊരു നഷ്ടം വരുന്നതാണ് ഈ പൊടിയായിട്ട് വരുന്നത്. ഇവർ പൊതുവേ കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല, അതുകൊണ്ട് നമുക്ക് വളരെ നഷ്ടം വരുന്നതാണ്. എന്തായാലും നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് ഇവരെ നിരത്തി ഇട്ട് കൊടുത്തിട്ട് നിങ്ങളെ എല്ലാവരെയും ഈ നമ്മുടെ കോഴിക്കൂട്ടങ്ങളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് കരുതി. പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വളരെ സങ്കടമാണ് തോന്നുന്നത്. ഈ കാണുന്ന പെട പോലെ നമുക്ക് 2 പെടയാണ്, ഒരേപോലത്തെ 2 പെടയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന് ഏത് പെടയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഈ ചാര കളറിൽ കാണുന്ന കഴുത്തിൽ പൂടയില്ലാത്ത 2 പെടകളെയാണ് നമുക്ക് പട്ടി പിടിച്ച് പോയിട്ടുള്ളത്. അങ്ങനെ എന്തായാലും അത് വളരെ വിഷമം തോന്നിയ ഒരു സാഹചര്യമാണ്. അങ്ങനെ വിഷമമൊക്കെ കണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് വീണ്ടും ചെയ്യാൻ ഒരു മടിയായിട്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കോഴി വളർത്തൽ സമ്പ്രദായത്തിൽ ഇതെല്ലാം പതിവാണല്ലോ. നേരത്തെയും ആണെങ്കിൽ പോലും നമുക്ക് പലതരത്തിലുള്ള തിരിച്ചടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമ്മളിതിനോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സാമ്പത്തികപരമായിട്ട് ഇതുകൊണ്ട് വലിയ മെച്ചമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെച്ചമല്ല. നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ചിലവെന്ന് തന്നെ വളരെ വലുതാണ്. കാര്യം ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഫ്രീ ആയിട്ട് തുറന്ന് വിട്ടിട്ടുള്ള തീറ്റകളും കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നുള്ള എല്ലാ പഴയ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറവാണ്. അങ്ങനെ എന്തായാലും നമ്മൾ തീറ്റകളെല്ലാം കൊടുത്തിട്ട് അവിടെ എവിടെയും കിടന്ന മുട്ടകളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ 200 മുട്ടകൾ കൊള്ളുന്ന ഇൻക്യുബേറ്ററിലേക്ക് വയ്ക്കുകയാണ്. അതായത് നമ്മുടെ 60 മുട്ടകൾ കൊള്ളുന്ന ഇൻക്യുബേറ്ററിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷൻ വളരെ വീക്കായതുകൊണ്ടാണ് നമുക്ക് പല കുഞ്ഞുങ്ങളെയും വിരിഞ്ഞ് കിട്ടാത്തത്. ഏകദേശം 15ഓളം മുട്ടകളിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും അതിനകത്തുനിന്ന് നമുക്ക് 6-7 മാത്രമേ കിട്ടാറുള്ളൂ. ആ ഒരു സാഹചര്യത്തിന് മറികടക്കാത്ത പക്ഷേ നമുക്കിതിനെ ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് നമ്മൾ പഴയ ഇൻക്യുബേറ്ററിൽ നിന്ന് ഹീറ്റർ കോയിൽ ഇളക്കി നമ്മുടെ 200 മുട്ടകൾ വയ്ക്കുന്ന ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് മിൽട്ടൻ്റെ ഒരു വെപ്രാളമാണ്, നമ്മുടെ പട്ടിക്കുട്ടൻ്റെ ഒരു വെപ്രാളമാണ്. കാരണമെന്ന് പറയുന്നത് ഈ കൂട്ടിലെ ഒരു വേന്ദ്രൻ ചാടി ഇറങ്ങി തറയിൽ കറങ്ങി കിടക്കുന്ന കാണുന്നതുകൊണ്ടാണ് അദ്ദേഹം പ്രശ്നമുണ്ടാക്കുന്നത്. ഈ ഒരു വേന്ദ്രനാണ് നമ്മളിപ്പോൾ തീറ്റ കൊടുക്കാൻ നേരത്ത് ചാടിയത്. പക്ഷേ അതിന് മുന്നേ ഒരു പെടക്കോഴിയാണ് അദ്ദേഹം ചാടി ഇറങ്ങി നടങ്ങും. അത് കണ്ടിട്ടാണ് നമ്മുടെ മിൽട്ടൻ അത്രയും വെപ്രാളം കാണിച്ചത്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ 1 മാസവും 2 ആഴ്ചയും പ്രായമായിട്ടുള്ള നേക്കഡ് നെക്ക് ഇനത്തിൽപ്പെടുന്ന കോഴിക്കുട്ടനാണ്. അത്യാവശ്യം ഒരു ഭാരമൊക്കെ വരുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടെയൊക്കെ സൈസ് വയ്ക്കുന്ന ഒരു ഇനമാണ്. നമ്മളിപ്പോൾ കാണുന്ന പേരൻറ്റ് സ്റ്റോക്കിനേക്കാളും കുറച്ചുകൂടെയൊക്കെ സൈസ് വയ്ക്കുന്ന ഒരു ഇനമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇവരുടെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നുണ്ടെന്ന് കാണാം. നമ്മൾ ഈ കാണുന്ന ചുറ്റുവട്ടത്തും കാണുന്ന കോഴികളുടെ അതുപോലെ തന്നെ ഒരു ഔട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തായാലും ഇദ്ദേഹമാണ് അവിടെ കറങ്ങി നടക്കുന്നത് കണ്ടത്. ഇദ്ദേഹം ഇറങ്ങി നടക്കുന്നത് കണ്ടിട്ടാണ് സഹിക്കാതെ നമ്മുടെ മിൽട്ടൻ പട്ടിക്കുട്ടൻ
ഈ കിടന്ന് വെപ്രാളമെല്ലാം കാണിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് തീറ്റയൊക്കെ വെച്ച് നീട്ടിയിട്ട് അദ്ദേഹത്തിനെയോടെ വിളിച്ച് കൂട്ടിലേക്ക് കയറ്റാമെന്ന് കരുതി. അല്ലാത്ത പക്ഷം ഈ പട്ടികൾ ഇത്രയും ശല്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ കാലിൽ നൈസായിട്ട് തൂക്കി പിടിച്ച് നമ്മൾ അകത്തേക്ക് കയറ്റുവാണ്. അദ്ദേഹം നമ്മൾ നേരത്തെ കണ്ട കോഴീനെ കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു തൂക്കം വെച്ച് കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ളൊരു ഇനത്തിൽപ്പെടുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് മിക്കവാറും നമ്മുടെ ക്രോയിലർ കോഴിയുടെ ഇനത്തിൽപ്പെട്ട അതിൻ്റെ ഏതെങ്കിലും ഒരു ക്രോസിൽ വന്ന കുട്ടിയായിരിക്കാനാണ് സാധ്യത. കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇത് എത്രത്തോളം വളർന്നു വരുന്നു എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാനായിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഇവരെല്ലാം പിടിച്ച് തിരിച്ച് കൂട്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേഗം പുഴുങ്ങിയ മുട്ടയുടെ അടുത്തേക്ക് ചെന്നിട്ട് അത് പൊളിച്ച് കഴിക്കാനുണ്ട്. അപ്പോൾ മുട്ടകളുടെ കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തായാലും നമ്മുടെ ഫാമിലെ ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ അടുത്തതായി കാണാൻ പോകുന്നത്. നമ്മുടെ നഷ്ടപ്പെട്ട പെടയുടെ ഒരു വീഡിയോ ആണ്. മറ്റേ വീഡിയോ ഞാൻ എടുക്കാനുള്ള ഒരു മാനസിക ബലം തോന്നാത്തതുകൊണ്ട് അതിനു വേണ്ടി മുതിർന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കോഴികളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.